അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, CH മുസ്തഫയുടെ ഹദീസ് സംബന്ധിച്ചുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ചില സംഗതികൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയും അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരു സംഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. അതായത് മുസ്തഫ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഖുർആൻ അകമ്പൊരുൾ എന്ന പുസ്തകം. ഇപ്പോൾ എൻ്റെ ആ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ വാള്യമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ മുസ്തഫ അവകാശപ്പെടുന്ന ചില അവകാശവാദങ്ങളുണ്ട്. ഈ അവകാശവാദങ്ങൾ എത്രത്തോളം ശരിയാണ്? രണ്ടാമത്തേത്, മുസ്തഫ ഈ അകമ്പൊരുളിൽ പറഞ്ഞിട്ടുള്ള പൊരുളെന്താണ് എന്നുള്ളത് ഈ കൂട്ടത്തിൽ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു സംഗതിയാണ്. എത്രമാത്രം അബദ്ധങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ മുസ്തഫ എഴുന്നള്ളിച്ചിട്ടുള്ളതെന്നും ഇതുവഴി മുസ്തഫ സമൂഹത്തെ നന്മയിലേക്കാണോ നയിക്കുന്നത് അതോ തിന്മയിലേക്കാണോ, താൻ ഏറ്റെടുക്കേണ്ടിയിരുന്ന ഒരു ദൗത്യം. മുസ്തഫ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നതനുസരിച്ച് മൗലവിയാണ്, പണ്ഡിതനാണല്ലോ. അപ്പോൾ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നതനുസരിച്ച് അദ്ദേഹം ഏറ്റെടുക്കേണ്ടിയിരുന്ന ദൗത്യം ഖുർആനിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രചരണമായിരുന്നു. ആ ഖുർആനിൻ്റെ തത്വങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ളതായിരുന്നു. പക്ഷേ അവിടെ മുസ്തഫ കൈകാര്യം ചെയ്യുന്ന രീതി, മുസ്തഫ സമർത്ഥിക്കുന്ന രീതി എന്തൊക്കെയാണ്? ഖുർആൻ വരച്ചു കാണിക്കുന്ന രീതിയാണോ മുസ്തഫ കൈക്കൊണ്ടിട്ടുള്ളത്? അതോ മുസ്തഫ ഇതിൽ വല്ല കൈകടത്തലുകളും നടത്തിയിട്ടുണ്ടോ? ഭാഷാപരമായി ആശയപരമായി ഒക്കെ മുസ്തഫ ഏത് സ്ഥാനത്താണുള്ളത്? ഈ കാര്യം ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തേണ്ട ഒരു സംഗതിയാണ്. ഇതിൻ്റെ മുമ്പ് മുസ്തഫയുടെ ഒരു പുസ്തകമുണ്ട്, മോക്ഷസിദ്ധാന്തം ഇസ്ലാമിൽ എന്ന് പറഞ്ഞുകൊണ്ട്. ആ പുസ്തകത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാനൊരു മറുപടി എഴുതിയിട്ടുണ്ട്. അത് അഹ്ലുസുന്ന ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സർവവേദ സിദ്ധാന്തം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുമ്പോൾ എന്ന രീതിയിലാണ് അതിൻ്റെ പേരുള്ളത്. അപ്പോൾ ആ പുസ്തകം കഴിയുന്ന ആളുകൾ വായിക്കുന്നത് ഈ മോക്ഷസിദ്ധാന്തത്തെ സംബന്ധിച്ചുള്ള മുസ്തഫയുടെ കാഴ്ചപ്പാടും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും എന്താണെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും. ആ കൂട്ടത്തിൽ ഈ അകമ്പൊരുളിനെ സംബന്ധിച്ച് ചില സംഗതികൾ പറയുകയാണ്. അതിലൊന്നാമതായിട്ട് മുസ്തഫ പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: രക്ഷകൻ, സൃഷ്ടാവ്, നിയന്താവ്, സർവജ്ഞൻ, സർവശക്തൻ, സർവവ്യാപി, ദയാപരൻ, അത്യുന്നതൻ, പരമപരിശുദ്ധൻ, വാത്സല്യനിധി, സർവം സാക്ഷി, പരമസത്യം, ഏകൻ, രാജാതിരാജൻ, മാർഗദർശകൻ, നീതി, സത്യം, സ്നേഹം, സമാധാനം തുടങ്ങി സൽമൂല്യങ്ങളുടെ ഉറവിടവും വേദങ്ങളുടെ സ്രോതസ്സുമായ ദൈവത്തിന് സർവസ്തുതികളും അർപ്പിക്കുന്നു എന്നാണ്. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളോടും നമ്മൾക്ക് 100% യോജിപ്പാണുള്ളത്. പക്ഷേ ഇതിൽ പറഞ്ഞ ഒന്ന് രണ്ട് സംഗതികൾ അത് ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ തൗഹീദുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേതാണ്? സർവവ്യാപി. അള്ളാഹുവിനെ സംബന്ധിച്ച് സർവവ്യാപി എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ടോ? അപ്പോൾ ഇത് അകമ്പൊരുളിൻ്റെ പൊരുൾ തേടിയുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞത് അള്ളാഹുവുമായിട്ട് ചേർത്ത് പറയാൻ പറ്റിയൊരു പ്രയോഗമാണോ? അപ്പോൾ ഖുർആനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് വാസിഅ എന്നൊരു പ്രയോഗമുണ്ട്. വാസിഅ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശാലൻ എന്നാണ് വാക്കിൻ്റെ നേരത്തെ അർത്ഥം. ആ വിശാലത എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അള്ളാഹു അവൻ്റെ വിജ്ഞാനത്താലും അവൻ്റെ കാരുണ്യത്താലും വസിയത്ത് കുല്ല ഷൈഇൻ റഹ്മത്തൻ വ ഇൽമൻ, വസിയത്ത് റഹ്മത്തുഹു കുല്ല ഷൈ, അവൻ്റെ റഹ്മത്ത് എല്ലാറ്റിനെയും ചോർന്നു നിൽക്കുന്നു, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് സൃഷ്ടിജാലങ്ങൾക്കൊക്കെ കിട്ടും. അതുപോലെ സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ച് എല്ലാറ്റിനെ സംബന്ധിച്ചും
അതിൻ്റെ വളരെ വളരെ നിഗൂഢമായ സൂക്ഷ്മമായ വശങ്ങൾ തൊട്ട് പ്രകടമായ വശങ്ങൾ വരെ സാരനിസ്സാരങ്ങളടക്കം അള്ളാഹുവിനറിയാം. ഇതാണ്. പക്ഷേ ഈ ഒരു വാസിഅ എന്നതിന് സർവ്വവ്യാപി എന്ന അർത്ഥം പറയാൻ പറ്റുമോ? സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വത്തിലും വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലോകം എന്ന് പറയുന്നത് എന്താണ്? ലോകം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന്, സൃഷ്ടാവിൽ നിന്ന് ഭിന്നമായ, അല്ലെങ്കിൽ സൃഷ്ടാവും അതുപോലെ ലോകവും, ഇത് രണ്ടും രണ്ട് അസ്തിത്വങ്ങളാണ്. ഒന്ന് യഥാർത്ഥ അസ്തിത്വമാണ്, മറ്റത് ആപേക്ഷിക അസ്തിത്വമാണ്. യഥാർത്ഥ അസ്തിത്വം എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ നിശ്ചയത്താലാണ് പ്രപഞ്ചമുണ്ടാകുന്നത് എന്നതുകൊണ്ടാണ് പ്രപഞ്ചം ആപേക്ഷിക അസ്തിത്വമായി തീരുന്നത്. അപ്പോൾ അള്ളാഹു ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയും അതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് അതിനെ നിയന്ത്രിച്ച് സംരക്ഷിച്ച് നിർത്തുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ പരിപാലിക്കുന്നു എന്നുള്ളതല്ലാതെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശക്തിയല്ല. ഇതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ സർവ്വവ്യാപി സിദ്ധാന്തമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. എല്ലാറ്റിലും ദൈവത്തിൻ്റെ അംശമുണ്ട് എന്നതാണല്ലോ സർവ്വവ്യാപി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിലും ദൈവത്തിൻ്റെ അംശമുണ്ട് എന്ന് വന്നാൽ ഏതംശത്തെയും നമ്മൾക്ക് പൂജിക്കാം, അവയെ ദൈവത്തിൻ്റെ അംശമായി കാണാം. അപ്പോൾ അവിടെ ഷിർക്ക് സംഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ, ഇസ്ലാമിൻ്റെ അധ്യാപനം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അംശം എന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല. പ്രവാചകന്മാരങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. ഖുർആനും പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചം ആസകലം ദൈവത്തിൻ്റെ അംശമാണെന്നല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അംശം എന്ന് പറയുമ്പോൾ ദൈവത്തെ അംശീകരിക്കാൻ പറ്റും എന്നാണല്ലോ വരിക. അങ്ങനെ ഒരു ശക്തിക്ക് ദൈവമാവാൻ പറ്റൂല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാൻ പറ്റൂല. അത് വളരെ വ്യക്തമാണ്. ഇത് മുസ്ലിങ്ങളിൽ തന്നെ ഭാഷാപരമായിട്ട് ഇത്രത്തോളം ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചിട്ടില്ലാത്ത, ഇതിലടങ്ങിയിട്ടുള്ള ഷിർക്കിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളും സാധാരണ പറയുന്നൊരു പ്രയോഗമാണ് ദൈവം സർവ്വവ്യാപിയാണ് എന്നുള്ളത്. അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ളത് സത്യം, സ്നേഹം, സമാധാനം എന്നതാണ്. അള്ളാഹു സത്യമാണ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം സത്യമാണ് എന്നത് ശരിയാണ്. എന്നാൽ സത്യം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥതലവും കൂടിയുണ്ട്. എന്നാൽ ഒരു സംഗതി സത്യമാവുക അസത്യമാവുക എന്നത് ഒരു ആശയവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി എന്ന് നമുക്ക് പറയാം. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് സത്യം എന്ന് പറയാൻ പറ്റില്ല. മറ്റേ അർത്ഥത്തിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ഖുർആൻ തന്നെ ഹുവൽ ഹക്ക്, അവനാണ് പരമസത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അവസരം സ്നേഹം എന്ന പ്രയോഗം, ഈ സ്നേഹം എന്ന പ്രയോഗം ദൈവത്തിന് എത്ര ഫിറ്റാവും? അത് ആലങ്കാരികമായി പറയുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല. അതേ അവസരം യഥാർത്ഥ അർത്ഥത്തിലാണത് പറയുന്നതെങ്കിൽ സ്നേഹമെന്നത് ദൈവത്തിൻ്റെ ഒരു ഗുണമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഗുണം മനുഷ്യൻ ഉൾക്കൊള്ളണമെന്ന് ദൈവം അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇർഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കുക, എങ്കിൽ ഇർഹമുക്കും മൻ ഫിസ് സമായി, ഉന്നതങ്ങളിലുള്ളവൻ നിങ്ങളോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ സ്നേഹം എന്നത് ദൈവത്തിൻ്റെ ഒരു നാമം എന്നുള്ള അർത്ഥത്തിലാവുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു പരാമർശമാണ്. അതേ അവസരം നമ്മൾ പലപ്പോഴും ചില സംഗതികളെ സംബന്ധിച്ച് അയാൾ നീതിയുടെ പര്യായമാണ്, അല്ലെങ്കിൽ സത്യത്തിൻ്റെ പര്യായമാണെന്നൊക്കെ പറയാറുണ്ട്. ആ അർത്ഥത്തിലുള്ളൊരു ഭാഷാപ്രയോഗം എന്നത് മാത്രമാണെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നാലും ഇവിടെ ഈ സർവ്വവ്യാപി എന്ന ഈ പ്രയോഗത്തിന് ഇങ്ങനെയുള്ള യാതൊരു ന്യായീകരണവും വിശദീകരണവും നൽകാൻ സാധ്യമല്ല. ആ വിശദീകരണങ്ങളൊന്നും അത് ഉൾക്കൊള്ളാനും പറ്റിയ പദമല്ല അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മുസ്തഫ പറയുന്നത്, അദ്ദേഹം സമ്മതിക്കുന്നൊരു സംഗതി ഖുർആൻ അന്ത്യവേദമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ അന്ത്യവേദമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരുപാട് വേദങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വന്നു. എന്തിനാണ് ഈ മറ്റ് വേദങ്ങളൊക്കെ ഉള്ളതോടൊപ്പം ഒരു അവസാന വേദം, അന്ത്യവേദം എന്ന് പറഞ്ഞാൽ അവസാനം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, ഈ അവസാനമായിട്ടൊരു വേദം അവതരിപ്പിക്കുന്നത്?
ആ വേദത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അപ്പോൾ അവസാനമായി ഒരു വേദം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമാണിത്. ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള വേദങ്ങൾക്കൊന്നും ഇനി മേലിൽ പ്രസക്തിയില്ല. ഈ അവസാനത്തെ വേദം വന്നതോടുകൂടി നേരത്തെ വന്ന എല്ലാ വേദങ്ങളും അത് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് ഇനി നിലനിൽപ്പില്ല എന്നുള്ളതാണ് അതിലൂടെ മുസ്തഫ തന്നെ പറയാതെ പറയുന്നത്. മുസ്തഫ പറയാതെ പറയുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം, മുസ്തഫ പറയുന്ന ഒരു വാദം, എല്ലാ വാദങ്ങളും എല്ലാ വേദങ്ങളും സത്യമാണ്, അത് ശരിയാണ്. പക്ഷേ ഈ വേദങ്ങളൊന്നും തിരുത്തപ്പെട്ടിട്ടില്ല, കാലഹരണപ്പെട്ടിട്ടില്ല. അത് എല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ വേദക്കാരോടും അവരുടെ വേദമനുസരിച്ച് ജീവിക്കാനാണ് പറയേണ്ടത്. അതിനാണ് ദഅവത്ത്, പ്രബോധനം എന്ന് പറയാമെന്നാണ് മുസ്തഫ പറയുന്നത്. അപ്പോൾ മുസ്തഫ പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ടാണ് മുസ്തഫ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈ യാത്ര നമ്മൾക്ക് തുടരാൻ. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമ്മൾക്ക് ഈ പുസ്തകത്തെ ഒന്ന് വിലയിരുത്താം, ഇതിൻ്റെ പൊരുൾ തേടി നമ്മൾക്ക് യാത്ര തിരിക്കാം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.